അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഡേ മൈ ലൈഫ് നോക്കാൻ വേണ്ടി, ഡേ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ. ഈ ഞായറാഴ്ചത്തല്ല, കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ അങ്ങനെയാണ്. എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ഷമിക്കാം. അപ്പൊ ഞാൻ രാവിലെ തന്നെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് സിൽവർ ബട്ടണും ഫ്രെയിംസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉസ്മാൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റു. ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇങ്ങനെ പല്ലൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി സെറ്റായി ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ ചെറിയൊരു സ്കിൻ കെയറും പിന്നെ എന്താ പറയാ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. പിന്നെ വലിയ സംഭവമായിട്ടൊന്നും നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, ഒരു സാധാരണ ഒരു ഡേ മൈ ലൈഫാണ്. പ്രത്യേകിച്ച് വലിയ കാര്യം എന്താ പറയാ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ കുറച്ച് കുരുവൊക്കെ ഇങ്ങനെ ഫേസിൽ വരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പല പല രീതിയിലുള്ള ഹാക്സും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ കുരു വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ നമ്മള് അത് കഴിഞ്ഞത് സമയം വന്നിട്ട് 10:45 എന്നോടൊന്നും വിചാരിക്കരുത് കേട്ടോ. ഉസ്മാൻ സൺഡേ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ നേരം, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കൂടുതൽ ഉറങ്ങും കേട്ടോ. അപ്പൊ മമ്മി എണീറ്റിട്ട് എന്താ പറയാ, മമ്മി ചായ ഒക്കെ കുടിക്കും. ഞങ്ങളെ വെയിറ്റ് ചെയ്യില്ല, ഞങ്ങൾ ഉറങ്ങുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പ്ലമിന്റെ മോയ്സ്ചറൈസർ ഒക്കെ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ പറയാ സൺസ്ക്രീൻ ഞാൻ വീട്ടിൽ നിന്ന് അധികം യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നണം അപ്പം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഞാൻ കൂടുതലും മോയ്സ്ചറൈസറും അതേപോലെ ലിപ് ബാമും അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യും. അതാണ് രാവിലത്തെ മെയിൻ പരിപാടി. വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചുള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുള്ള് മുടിയൊക്കെ ചാറച്ചപ്പറായിട്ട് കിടക്കായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ചെറിയൊരു ടിൻറ്റുള്ള ലിപ് ബാം അവിടെ ഇടുക, കുറച്ചൊന്ന് ഒരു ബ്രൈറ്റ് ആയിട്ട് നിന്നോട്ട് വിചാരിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കും. ഈ മുടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കണം. നമ്മളൊരു ഹാക്കിൽ വെട്ടിയതാണ്. നമ്മളൊരു സൈഡ് ബാക്ക് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ വെട്ടിയ മുടിയാണ്. പക്ഷെ അത് വെട്ടി കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് ഇടങ്ങേറ് വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ എന്താ പറയാ വിചാരിക്കുന്ന പോലെ നിൽക്കുന്നില്ല ഗായ്സ്, ഒരു തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കും. എന്താ പറയാ ഫസ്റ്റ് രാവിലെ തന്നെ കുറേ വെള്ളം കുടിക്കില്ല, കുറച്ച് വെള്ളം കുടിക്കുള്ളൂ കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഉസ്മാൻ എണീച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അടുക്കളയിൽ പോയി നോക്കാം, ഇന്ന് ചായക്ക് എന്താന്ന് നോക്കാന്ന് വിചാരിച്ചു. പോയി നോക്കിയപ്പോൾ മമ്മി അടുക്കളയിലില്ലായിരുന്നു കേട്ടോ. മമ്മി അലക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പുമാവാണ്. നമുക്ക് സൺഡേ കൂടുതലും ഉപ്പുമാവാണ് കേട്ടോ. കാരണം നമുക്ക് സൺഡേ ബിരിയാണി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും ഉച്ചക്ക്. അപ്പൊ നമ്മൾ രാവിലെ വലിയ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല. ജസ്റ്റ് ഒരു ഉപ്പുമാവ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ഉപ്പുമാവൊക്കെ സെറ്റാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടാ പിന്നെ ഉസ്മാൻ എണീക്കണ വരെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചാൽ എനിക്ക് അത് ഇടാലോ. പിന്നെ ഉസ്മാൻ എണീച്ചാൽ ഉസ്മാന്റെ കൂടെ തന്നെ ആയിരിക്കും, അത് വേറെ കാര്യം. ഉസ്മാൻ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉസ്മാൻ ഉണ്ടാകുമ്പോൾ കേട്ടോ, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഉസ്മാൻ എണീക്കുന്നതിന് മുന്നേ എനിക്ക് ഇടാതെ രണ്ടൊന്ന് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ അതാ ഉസ്മാൻ ഇത് ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഉസ്മാൻ ബാത്റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഈ കിടക്കുന്നതിന് ദിവസം തലേന്ന് കണ്ണിന്റെ താഴെ ചെറിയൊരു പൊളക്കുഴുന്ന് ഞാൻ പറയും, നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല, അതുണ്ടായിരുന്നു. അപ്പോൾ അപ്പൊ തന്നെ നമ്മൾ കൈ ഇങ്ങനെ ചൂടാക്കി ഉസ്മാനും ഇങ്ങനെ കൈ വിരൽ ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് രാവിലെ ആയപ്പോൾ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. കുരു ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ഒരു ചെറിയൊരു തിണർപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകെ കഴിഞ്ഞ് നമ്മൾ കട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വേണ്ടി ചായ ഉണ്ടാക്കി. ഉസ്മാൻ ബാത്റൂമിൽ നിന്ന് വരുമ്പോഴത്തേക്കും ചായയൊക്കെ സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കട്ടൻ ഉണ്ടാക്കി. പിന്നെ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഇതായി നമ്മൾ ഉപ്പുമാവ് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചു. പിന്നെ ഉസ്മാന് റെഡി ആയി സെറ്റ് ആയിട്ട് വന്നു. മുമ്പ് ജിമ്മിൽ പോകാൻ റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ജിമ്മിൽ പോകുന്ന എന്താ പറയുക ഒരു 4-5 ദിവസത്തിന്റെ ഉള്ളിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഉസ്മാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചാൽ പിന്നെ ജിമ്മിൽ പോകാം. ചായ കുടിച്ചതിന് ശേഷമാണ് ജിമ്മിൽ പോയത്. നിങ്ങളിപ്പോൾ പലരും കമന്റ് ചെയ്യും, അതെ ചായ കുടിച്ചതിന് ശേഷമാണ് ജിമ്മിൽ പോയത്. സാധാരണ എല്ലാവരും പറയില്ല 4 മണിക്കൂർ എന്താ അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് പോകണം എന്നൊക്കെ ആണ്. എന്തോ പക്ഷെ അന്ന് സൺഡേ ആയിക്കൊണ്ടാട്ടോ. സാധാരണ നമ്മൾ നേരത്തെ പോലുണ്ട്. അപ്പൊ അന്ന് സൺഡേ ആയിക്കൊണ്ട് അത് സൺഡേ ആയിക്കൊണ്ട് സൺഡേ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ജിമ്മിൽ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. വെള്ളം എടുത്ത് വെക്കുക, ഷൂ ഇടുക, സോക്സ് ഇടുക. ഇതൊക്കെ ഒരു ചടങ്ങാണ് കേട്ടോ. ഫസ്റ്റ് ഡ്രസ്സൊക്കെ നല്ല രസമായിരുന്നു. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല മടി വന്ന് തുടങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉസ്മാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് നമുക്ക് എന്താ പറയാ അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ എന്താ പറയാ ബോഡി എങ്ങനെയാണ്, എന്താണ്, എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ഉള്ള ഒരു ടെസ്റ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ടെസ്റ്റ് നമുക്ക് മൺഡേ ആയിരുന്നു പറഞ്ഞത്, പക്ഷേ അത് നമുക്ക് സൺഡേ എടുത്തു കേട്ടോ. ചെയ്തു നോക്കി നമ്മളെ ബോഡി എങ്ങനെ ഫിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്.
അപ്പൊ അതിന്റെ ട്രെയിനിങ് അല്ല, അതിന്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് ചെയ്തത്. പിന്നെ ഞാൻ ഉസ്മാനും എന്താ പറയാ നമ്മളെ കൂടെ ഒരു ട്രെയിനറും ഉണ്ടായിരുന്നു. അപ്പൊ ട്രെയിനർ നമ്മളെ എന്താ പറയാ നമ്മളെ എന്താ പറയാ ഈ സംഭവം ഉണ്ടല്ലോ, ശോ ചില സമയത്ത് അങ്ങനെയാണ്. ഓക്കെ, നമ്മളെ ഒരു പഠിച്ചവര് എന്തേലും എന്ന് പറയാ, ഓക്കെ നമ്മളെ നമുക്കത്ര പവർ എന്നല്ല, നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്ര സ്ട്രെങ്ത്, ചില സമയം ചില വേർഡ്സ് കിട്ടൂല. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഊഹം അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു എന്താ പറയാ കാർഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോഴാണ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ അവിടെ ജിമ്മില് ഉമ്മാന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട്, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഉസ്മാനും പോണ വഴിക്കാണ് നമ്മൾ പനന്റെ നുങ്ക് കണ്ടത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നുങ്കും പനയും ഒക്കെ കഴിച്ചു. പിന്നെ ഒരു 10 നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടി. ആദ്യം ഞാനത് കഴിക്കാറില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്നോ ഊട്ടി പോയ സമയത്ത് ഞാൻ അത് കഴിച്ചത് ആദ്യമായിട്ട്. അതിനുശേഷം ഞാൻ ഇതിനൊരു ഫാനായി മാറി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ്, അതേപോലെ പൈനാപ്പിൾ ഉപ്പിലിട്ട്, നിങ്ങളെയൊക്കെ ഇപ്പൊ എന്തിനാ മുളക് ഈ ജിമ്മിൽ പോയിരുന്നത്? വിശപ്പായിരുന്നു ഗൈസ്, ഭയങ്കര വിശമായിരുന്നു. അപ്പൊ പോകുന്ന വയ്ക്കുന്നതെല്ലാം കഴിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. പൈനാപ്പിൾ പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, അത് വേറെ കാര്യം. നിങ്ങൾക്ക് ഉപ്പിലിട്ട പൈനാപ്പിൾ ഇഷ്ടമാണെങ്കിൽ പറയാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിലിട്ടത് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്തോളൂ. പിന്നെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മാറ്റി പിടിച്ച് ഞാനും മമ്മിയും ഉസ്മാനും ഡാഡിയും കൂടെ പുറത്ത് പോവാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിനി വ്ളോഗ് ആയിട്ട്. നമ്മൾ എന്തായിരുന്നു ചിക്കൻ പൊള്ളിച്ചതും മന്തി റൈസും കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇന്ത്യൻ മാൾക്ക് പോയി. അപ്പോൾ ഇന്ത്യൻ മാളിൽ നിന്ന് കുറച്ച് ചുറ്റിക്കറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഒരു സൺഡേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബോറായെങ്കിൽ സോറി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു.